നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ തലമക്കൽത്തത്തേവരേ ശരണം ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമന്നാരായണീയം ദശകം 24, 24 25 നരസിംഹാവതാര കഥ പറഞ്ഞിരിക്കുന്നു. സപ്തമസ്കന്ധം ഇതിലെ ആദ്യത്തെ ദശകത്തിൽ ആസുര പ്രഹ്ലാദ ചരിതം പറഞ്ഞിരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ. ഓം ഹിരണ്യാക്ഷേ പൗത്രിപ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാദിസദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മധുരിപോ. ഹേ മധുരിപോ, മധുകൈടവന്മാരുടെ ശത്രു എന്നുള്ള നിലയ്ക്കാണ്. ഭഗവാനെ മഹാവിഷ്ണു, ഹേ ദേവ, പോത്രിപ്രവര വപുഷ, വരാഹ രൂപിയായിട്ടുള്ള ഭഗവാന്റെ ശരീരം എടുത്തതായിട്ടുള്ള അങ്ങ് ഭഗവാൻ വരാഹരൂപിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. പോത്രി പ്രവര വപുഷ, അത് ശ്രേഷ്ഠമായിട്ടുള്ള പ്രവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം, മികച്ച അല്ലെങ്കിൽ മുഖ്യൻ എന്നുള്ള രീതിയിൽ. വരാഹരൂപത്തിൻ്റെ വപുഷ, വപുസ് ശരീരം, അങ്ങനെയുള്ള സകല സ്വരൂപം ഭഗവാൻ പന്നിയുടെ രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഭവത അങ്ങയാൽ ഹിരണ്യാക്ഷേ ഹതേ, ഹിരണ്യാക്ഷനായിട്ട് വന്ന ആദ്യത്തെ അസുരൻ, ആ അസുരനെ, ദൈത്യനെ വരാഹമായിട്ടാണ് ഭഗവാൻ മുക്തി കൊടുത്തത്. വധിച്ചു എന്ന് പറയാൻ പാടില്ല എന്നാണ്, മുക്തി കൊടുത്തത്. ഹതേ ഏതസ്യ സഹജ, ഈ ഹിരണ്യാക്ഷന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യ പ്രാരംഭ കശിപു, ഹിരണ്യാക്ഷൻ എന്ന് ആദ്യം ഉള്ള ഹിരണ്യ പ്രാരംഭ, ഹിരണ്യൻ എന്നുള്ളത് ആദ്യം വന്നു. പിന്നെ അക്ഷനും കശിപു. ഹിരണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സ്വർണ്ണ നേത്രം, അതല്ലെങ്കിൽ സ്വർണത്തിൽ കണ്ണുള്ളവൻ, അതാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യ കശിപു, കശിപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലാണ്. അവിടെ കട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്ക കട്ടില്, സ്ത്രീ വിഷയമായിട്ട് ലമ്പടത്വം. അപ്പോൾ ഒരാൾക്ക് സ്വർണം തൊട്ടുള്ള ധനാദികളിലും മറ്റേ ആൾക്ക് സ്ത്രീ തൊട്ടുള്ള വിഷയഭോഗങ്ങളിലും ആണ് കണ്ണ് എന്ന് സാരം. ഹിരണ്യാക്ഷന് ക്രോധാദി കാര്യങ്ങൾ കൂടുതൽ, ഹിരണ്യകശിപുവിന് കാമാദി കാര്യങ്ങൾ കൂടുതൽ. അപ്പോൾ ഹിരണ്യം എന്നുള്ളത് തന്നെ ജാതരൂപമായിട്ട് കലികാലത്തിൽ കുറച്ച് വിപരീതമായിട്ടാണ് പറയണത്. ദ്യൂതം പാനം സ്ത്രീയ സൂന ജാതരൂപം ഹി, അങ്ങനെയാണ് 5 എണ്ണം. മദ്യപാനായാലും ചൂതുകളി ആയാലും ദ്യൂതം പാനം സ്ത്രീയ, ഈ വേശ്യാസംഘായാലും സൂന എന്നുള്ളത് ഹിംസയാണ്, അന്യന്മാരെ വധിക്കുക എന്നത്. അപ്പോൾ അതെല്ലാം പാപങ്ങളാണ്. അതിൽ തുല്യ പാപമാണ് ഈ ജാതരൂപം. ജാതരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയുള്ള നിലയ്ക്ക്, അങ്ങനെയാണ് ജാതരൂപം. ധനം എന്നുള്ളത് ജാതരൂപമാണ്. അപ്പം അതുകൊണ്ട് അതും അതിൽ പെട്ടതാണ്. അപ്പോൾ ഈ ഹിരണ്യൻ എന്നുള്ളത് ആദ്യമേ തന്നെ വന്നപ്പോൾ ആസുരഭാവമാണ്. പിന്നെ അതിനോട് താല്പര്യം, അതുകൊണ്ട് ഉപയോഗിച്ച് ദേഹസുഖത്തെ നേടുക. ആദ്യത്തെ ആൾക്ക് സ്വർണത്തിനോട്, ധനത്തിനോട്, ക്രോധം തൊട്ടുള്ള ഓരോന്നിനോടും തമോ ഗുണമായിട്ട് കൂടുതലായിട്ട്. മറ്റേ ആൾക്ക് ഏട്ടന് ഹിരണ്യകശിപുവിന് കാമാദികൾ, ഭോഗം, ഇഷ്ടഭോഗങ്ങളെ, മദ്യപാനം, സ്ത്രീ സേവ, അതന്നെ കൂടുതൽ. താനാണ് ഭരിക്കുന്നത്, തൻ്റെ കീഴിലാണ് ബാക്കി എല്ലാവരും എന്നുള്ള ഈ ഭാവം. ഹിരണ്യ പ്രാരംഭ കശിപു. ശോക ക്രോധ ഗ്ലപിത ധൃതി, ശോകം, കോപം, അതുകൊണ്ട് നഷ്ടപ്പെട്ടതായിട്ടുള്ള ധൃതി. ഇവിടെ ഇപ്പോൾ ധൈര്യത്തോടു കൂടി എന്ന് പറഞ്ഞു വെച്ചാലും ശോകവും ക്രോധവും ദുഃഖ ശോകങ്ങൾ അല്ലെങ്കിൽ ഈ കാമക്രോധാദികൾ, അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വിചാരം ഉണ്ടാവില്ല, വിവേകം നഷ്ടപ്പെടും.
അതാണ് ഗ്ലപിത ധൃതി. വീണ്ടും വിവേകം നഷ്ടപ്പെട്ടതായിട്ടുള്ള അവസ്ഥയിൽ ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല. നഷ്ടപ്പെട്ട ധൈര്യത്തോടു കൂടി എന്നാണ് പറഞ്ഞതെങ്കിലും അത് നഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ച എന്നുള്ളത് അതാണ്. നമുക്കത് കാമായാലും ക്രോധായാലും ദുഃഖമായാലും ഒരു പ്രവൃത്തി പിന്നെ ചെയ്യാൻ പറ്റില്ല. വല്ലാണ്ട് ദുഃഖം വന്നു വെച്ചാൽ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചില്ല, വേറൊരാളെ സഹായിക്കണം. അതേപോലെ ശുണ്ഠി എടുത്തിട്ട് പിന്നെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ശുണ്ഠി എടുത്തിട്ടേ. അപ്പം അങ്ങനെ ഒരു അബദ്ധം വരും. തവ വധാർത്ഥം, ആ മഹാവിഷ്ണുവിനെ വധിക്കാൻ വേണ്ടിയിട്ട്. എന്താ കാരണം? ഹിരണ്യാക്ഷൻ സഹോദരനാണ്. സഹോദരനെ വരാഹരൂപിയായിട്ട് വിഷ്ണുവാണ് കൊന്നത് എന്നുള്ളത് മനസ്സിലായപ്പോൾ ആ അനുജനെ കൊന്ന അയാൾ ശത്രുവാണ്. അത് വിഷ്ണു ആയതുകൊണ്ട് വിഷ്ണു വിരോധം. ആ വിഷ്ണുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. അങ്ങനെ ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ട് അമരാരാധി സദസി, അസുരസഭയിൽ വെച്ച്, അമരന്മാർ അല്ല, അമര ആരാധി സദസി, അമരന്മാരിൽ ഈ അമരന്മാരായിട്ടുള്ള ദേവന്മാർക്ക് രക്ഷകനായിട്ടുള്ള ആ അങ്ങനെ നിൽക്കുന്ന അവരുടെ ഒക്കെ ശത്രുക്കളായിട്ടുള്ള അമരാരാധികളുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ സദസി, ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ, അതാണ് ദേവന്മാരുടെ ശത്രുക്കളാണ് അമരാരാധികൾ. ആ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ സഭയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? പ്രതിജ്ഞാം ആദേനെ കില, പ്രതിജ്ഞ ചെയ്തു. ആദേനെ എന്താണ് പ്രതിജ്ഞ ചെയ്തത്? അതായത് ഇനി ഈ ഹിരണ്യാക്ഷനെ കൊന്നതായിട്ടുള്ള വിഷ്ണുവിനെ കൊന്നല്ലാതെ കണ്ട് ഞാൻ വിശ്രമിക്കില്ല. ഈ വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് തർപ്പണം ചെയ്താലേ എൻ്റെ അനുജന് മുക്തി കിട്ടുള്ളൂ, ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തു എന്നാണ്. അപ്പം ആദ്യമേ തന്നെ ആസുരഭാവത്തിൽ ഈ ഹിരണ്യകശിപുവിൻ്റെ ജന്മത്തെയും വിരോധ കാരണത്തെയും ഒരു ശ്ലോകം കൊണ്ട് ഒതുക്കി അത് പറഞ്ഞു തന്നു. ഇപ്പോൾ 10-11 അധ്യായങ്ങളുണ്ട്, അല്ലെങ്കിൽ 10 അധ്യായം എന്തായാലും ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് 5 അധ്യായം ഉപദേശ രൂപത്തിൽ, അങ്ങനെ 15 അധ്യായമാണ് ഈ സപ്തമസ്കന്ധത്തിലുള്ളത്. അതിൽ ആദ്യത്തെ 5 ആസുരമായിട്ടും പിന്നത്തെ 5 അധ്യായം കൊണ്ട് ദേവൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ദൈവികമാണ്. അതായത് 6ഉം 7ഉം അധ്യായങ്ങളൊക്കെ ഉപദേശമായിട്ടാണ്. പ്രഹ്ലാദം ചെയ്യുന്നതാണെങ്കിലും അത് ഉപദേശങ്ങളാണ്. പിന്നെ 8ൽ അവതാരം, 9ൽ സ്തുതി, 10ൽ ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ 5 ആസുരഭാവം 5 അധ്യായങ്ങൾ, പിന്നത്തെ 5 അധ്യായങ്ങൾ ദേവഭാവം, പിന്നത്തെ 5 അധ്യായങ്ങൾ നാരദൻ യുധിഷ്ഠിരന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം. അത് മാനുഷിക ഭാവത്തിലാണ്. ലൗകിക വിഷയങ്ങളെ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്, അതിനെ വേണ്ടാന്ന് വെക്കേണ്ടത്, വൈരാഗ്യം എങ്ങനെയാണ് കിട്ടുക, ഇങ്ങനെയുള്ള വർണ്ണാശ്രമധർമ്മങ്ങളെയും സനാതനധർമ്മങ്ങളെയൊക്കെ വിസ്തരിച്ച് പറയുന്നതായിട്ടുള്ള ഒരു ഉപദേശമാണ് നാരദൻ്റെ. അപ്പോൾ ആസുരം, ദേവം, മർത്യം, ഇങ്ങനെയാണ് തമോ ഗുണം, സാത്വിക ഗുണം, രജോ ഗുണം എന്ന രീതിയിൽ അവിടെ 3 ഗുണങ്ങളെ 3 പ്രകരണങ്ങളായിട്ട് 15 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആസുരം, അതിൻ്റെ ഉത്ഭവത്തെയാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. ആ ഉത്ഭവവും പിന്നെ വിദ്വേഷത്തിനുള്ള കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ വിഷ്ണു വിരോധം ഉണ്ടാവാനുള്ള കാരണത്തെയും ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഹിരണ്യാക്ഷേ പോത്രി പ്രവര വപുഷേ ദേവാ ഭവതാ ഹതേ ശോകക്രോധ ഗ്ലപിത ധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാധി സദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മധുരിപോ. ഹേ മധുരിപോ, ഹേ ദേവ, പോത്രിപ്രവര വപുഷ ഭവതാ ഹിരണ്യാക്ഷേ ഹതേ ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭ കശിപുഃ ശോകക്രോധഗ്ലപിത ധൃതിഃ തവ വധാർത്ഥം അമരാരാധി സദസി പ്രതിജ്ഞാം ആദേനേ കില. അന്വയം. ഇവിടെ ഭഗവാനെ മഹാവിഷ്ണു മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനെ വിളിച്ച് പറയുകയാണ്, അല്ലയോ മഹാവിഷ്ണു, അങ്ങ് വരാഹരൂപിയായിട്ട് വന്ന് ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യകശിപു വളരെയധികം
സങ്കടത്തോടു കൂടിയും ശുണ്ഠി എടുത്തിട്ടും വളരെ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന കുറച്ചൊരു വല്ലാത്തൊരു അബദ്ധം ആയി, ഒരു ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊരു തോന്നലിൽ എത്തിപ്പെട്ടു, ഒരു ഡില്ലമ്മ. അപ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് ഇങ്ങോട്ട് മോചനം കിട്ടിയ സമയത്ത് എൻ്റെ അനുജനെ വരിച്ചതായിട്ടുള്ള ഈ മഹാവിഷ്ണുവിനെ വധിക്കാം എന്ന് അസുരസഭയിലെ ചർച്ചയിൽ അവസാനം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അത് പ്രതിജ്ഞയായിട്ട് ഹിരണ്യകശിപു ചെയ്യുകയും ചെയ്തു. ഹിരണ്യാക്ഷേ പോത്രി പ്രവര വപുഷ ദേവ ഭവത ഹതേ ശോക ക്രോധ ഗ്ലപിത ധൃതി ഏതസ്യ സഹജഃ ഹിരണ്യ പ്രാരംഭ കശിപുഃ അമരാരാദി സദസി പ്രതിജ്ഞാം ആദേനെ തവ കില വധാർത്ഥം മധുരിപോ. ഇത് പദച്ഛേദം അത്ര ഞെരുക്കില്ല, പക്ഷേ വായിച്ചുണ്ടാക്കാൻ വിഷമമുണ്ട്. ഇനി അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ ഒരു ശ്ലോകം നിർമ്മിക്കുക അത്ര എളുപ്പമല്ല. സംസ്കൃതത്തിൻ്റെ ഒരു കുറച്ചധികം വ്യുൽപ്പത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ശ്ലോകം ഉണ്ടാക്കാൻ പറ്റൂ. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാദി സദസി പ്രതിജ്ഞാമാദേനേ തവ കില വധാർത്ഥം മധുരിപോ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിവും എന്നൊക്കെ പറഞ്ഞാൽ മതി. അതേപോലെ ശോകക്രോധ ഗ്ലപിത ധൃതി എന്നൊന്നും അല്ലാതെ കണ്ട് ദുഃഖം കൊണ്ടും അതേപോലെ ശുണ്ഠി കൊണ്ടും അന്ധനായിട്ട് വിവേകം നഷ്ടപ്പെട്ടു. അങ്ങനെ ഭഗവാനോടുള്ള വിരോധം കൊണ്ട് ഭഗവാനെ നശിപ്പിക്കാൻ നിശ്ചയിച്ചു എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട് ഈ സംസ്കൃതത്തിലെ. അങ്ങനെയല്ല ഇതിൽ എടുത്തത്. നമുക്കത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വായിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. പറയാൻ അത്ര പറ്റുമെന്ന് ശരിയാ. അപ്പം അതാണ്, അത് ഒരു പണ്ഡിതന് മാത്രമേ ഇങ്ങനത്തെ വാക്കുകൾ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുള്ളൂ. വോക്കാബുലറി, ശബ്ദകോശം അത് വളരെ അധികം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കുള്ളൂ. അതാണ്. എല്ലാ ഭാഗത്തും ഇത് പലപ്പോഴായിട്ട് കാണാൻ സാധിക്കും. എന്നാലും ചില സമയത്ത് കുറച്ചധികം അതിനെ കൂടുതൽ കാണുന്ന സാരം. അതാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരത പുരസാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിതം പരിക്ഷുന്ദന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. ഇവിടെ അങ്ങനെയില്ല, ഇവിടെ നേരിട്ട് പറഞ്ഞെടുക്കാം. അപ്പം അതാണ് വ്യംഗ്യം, ശ്രേഷം, നേരിട്ട് വാച്യാർത്ഥം, പിന്നെ മർമ്മം, ഗൂഢം, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പം അതിൽ ഇത് നേരിട്ട് പറഞ്ഞെടുക്കാം. സഹ ഘോരം തപസിത്വ ന ചിരതഃ വിധാതാരം പുരഃ സാക്ഷാൽ കുർവൻ സുരനരമൃഗാദ്യൈഃ അനിധനം വരം ലബ്ധ്വാ ദൃപ്തഃ ഇഹ ഭവൻ നായകം ഇദം ജഗത് പരീക്ഷുന്ദൻ ത്വാം അഗണയൻ രുദ്രാത് ത്വാം അഗണയൻ ഇന്ദ്രാത് ദിവം അഹരത. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഹിരണ്യാക്ഷന്റെ പദത്തിന്റെ പ്രതികാരം ചെയ്യാനായിട്ട് വിഷ്ണുവിനെ വധിക്കുമെന്ന് അസുരന്മാരുടെ ആ സഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തതായിട്ടുള്ള ഹിരണ്യകശിപു നേരെ ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോയി. നല്ലോണം തപസ് ചെയ്തു. കുറച്ച് കൃച്ഛ തപസ്സാണ്. വിഷ്ണുവിനെ വധിക്കാത്ര എളുപ്പമല്ലാന്ന് ഒരു ഉദ്ദേശം ഉണ്ടോ എന്ന് വെച്ചാൽ ഏതായാലും അതറിയും. അതുകൊണ്ടാണ് കുറച്ചധികം തപസ് ചെയ്തത്. വരം ചോദിക്കുന്നത് കുറച്ച് കഠിനമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ബ്രഹ്മാവ് അതേ വരം കൊടുക്കാൻ മടിച്ചു. അപ്പോൾ ദേവന്മാർക്ക് ഇവിടെ ഇരിക്കപ്പെടുത്തി ഇല്ലാണ്ട് ചുട്ടിട്ട് പലതരത്തിലുള്ള താപങ്ങൾ, ഈ ദേഹം ചുടുക എന്നുള്ളതല്ല, അത് സഹിക്കാൻ വയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവെ വേഗം വരം കൊടുത്തിട്ട് ആ തപസ് നിർത്തൂ എന്നാണ് പറഞ്ഞത്. എന്ത് വരാ ചോദിച്ചാൽ കൊടുത്തോളൂ, വിഷ്ണു പരിഹാരം കണ്ടോളൂ. ബ്രഹ്മാവ് അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലും തോലും മാത്രമേ ഉള്ളൂ. അതിനില്ല അത്ര മണ്ണാണ് പൊടി അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഇത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. ഈശ്വര, ഇങ്ങനെയൊന്നും ആർക്കും പറ്റില്ല കേട്ടോ. ഏതായാലും കമണ്ടലിലൂടെ വെള്ളമൊക്കെ തളിച്ച് ആദ്യം ഒരു നല്ല ശരീരമാക്കി നോക്കുമ്പോഴോ സ്വർണ്ണവർണ്ണം തന്നെ. എന്തൊരു തേജസ്സാന്ന് വെച്ചില്ല. വിഷ്ണുവിൻ്റെ തേജസ്സോട് കൂടിയിട്ട്, സൂര്യൻ്റെ തേജസ്സോട് കൂടിയിട്ട്, അങ്ങനെയൊക്കെയാണ്. വളരെയധികം സുന്ദരനായിപ്പോയി.
നല്ല ഓജസ്സും തേജസ്സും ഒക്കെ കിട്ടി. തപസ്സിൻ്റെ ഫലമാണ്. ആ കമണ്ടലിൽ വെള്ളമാണ് തളിച്ച് കഴിഞ്ഞപ്പോൾ ഓജസ്സും തൊക്കെ കൂടിയിട്ട് വന്നു. വന്നപ്പോൾ ബ്രഹ്മാവുണ്ട് മുമ്പിൽ നിൽക്കണു. ഹിരണ്യാശിപു കണ്ണ് തുറന്നപ്പോളേ അപ്പോൾ സ്തുതിച്ചു. അവിടെ ഒന്ന് പരീക്ഷിച്ചു എന്നാണ്. ബ്രഹ്മാവിനെ ത്രിമൂർത്തികളിൽ ഒരാളാണ് ബ്രഹ്മാവ്. അപ്പോൾ തുല്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ബ്രഹ്മം എന്ന അവസ്ഥയിൽ സ്തുതിച്ചു. വിഷ്ണുവിനെ സ്തുതിക്കുന്ന പോലെ തന്നെ ബ്രഹ്മാവിനെ സ്തുതിച്ചു. ബ്രഹ്മാവ് അത് കേട്ടപ്പോൾ തന്നെ ഇത് അബദ്ധമായില്ലോ എന്ന് കണക്കാക്കിയിരുന്നു. കാരണം ബ്രഹ്മാവസ്ഥയിലല്ല ഞാൻ, ഈ വിഷ്ണുവിൻ്റെ വെറും പാലകൻ സേവകൻ, അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞു വെച്ചാൽ സൃഷ്ടിക്കണം പറഞ്ഞു, അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഈ സ്തുതി കേട്ടത്. സ്തുതി പറഞ്ഞതിന് ശേഷം എന്താ ഭാരം വേണ്ട ചോദിച്ചു. എനിക്ക് മരണം വേണ്ട. അത് പറ്റില്ല, ഞാൻ തന്നെ മരിക്കും, പിന്നെ എങ്ങനെയാ? അപ്പം അതുകൊണ്ട് എന്നാൽ മരണം വരണ വഴികളൊക്കെ അടച്ചു. നല്ല ബുദ്ധിമാനാണ്. ബ്രഹ്മസൃഷ്ടികൾ എന്നെ കൊല്ലാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മസൃഷ്ടി അല്ലാതെ കണ്ടി ബ്രഹ്മാണ്ടത്തിൽ എന്താ ഒന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെയാണ് മറ്റേ കാലം ദേശം ഒക്കെ കണക്കാക്കിയത്. രാത്രി കൊല്ലാൻ പാടില്ല, പകൽ കൊല്ലാൻ പാടില്ല, അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, ആയുധം കൊണ്ട് കൊല്ലാൻ പാടില്ല, ദേവൻ കൊല്ലാൻ പാടില്ല, മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗങ്ങൾ കൊല്ലാൻ പാടില്ല, നനഞ്ഞതുകൊണ്ട് കൊല്ലാൻ പാടില്ല, ഉണങ്ങിയതുകൊണ്ട് കൊല്ലാൻ പാടില്ല. മരണം വരുന്ന വഴികൾ മുഴുവനെ അടച്ചു. ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല. ഇനി ഇതിന് കൂടുതൽ എന്താണ്? അപ്പോൾ ആ വിഷയത്തെ ഇവിടെ നേരിട്ട് പറയണ്ടായത്, സൂചനയായിട്ട് പറഞ്ഞു. അതാണ് വിധാതാരം ഘോരം സഖലു തപസിത്വാന്ന ചിരതം പുരസാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം പരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിതം പരീക്ഷുന്തന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. ഇങ്ങനെ വരം കിട്ടിയ അതും എന്താ ചെയ്യുക? സ്വർഗം കീഴടക്കുക. അതും ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കൂടിയിട്ട് ഈ ഒരു ശ്ലോകത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. സഹ ഘോരം, ആ ഹിരണ്യകശിപു അതിഘോരമാകുന്ന, അതിഭയങ്കരമാകുന്ന എന്നാണ്. ശാന്തം ഘോരം മൂഢം, 3 അവസ്ഥയാണ് സത്വരജസ്തമോ ഗുണങ്ങൾക്ക്. ശാന്തം സാത്വിക ഭാവം, ഘോരം രജോ ഗുണം, മൂഢം അല്ലെങ്കിൽ മൗഢ്യം അത് തമോ ഗുണം. അപ്പോൾ ഈ ഘോരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, രജോ ഗുണത്തിൻ്റെ വർദ്ധിതമായിട്ടുള്ള ഭാവത്തിൽ, കാരണം ബ്രഹ്മാവിന് അത്രയും കാലം തപസ് ചെയ്തത്, ബ്രഹ്മാവ് രജോ ഗുണമാണ്. അപ്പോൾ ആ രജോ ഗുണം അതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ വന്നു. എന്നാലാണ് വിഷ്ണുവിനെയൊക്കെ വെല്ലുവിളിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള വരങ്ങൾ വാങ്ങാനും പറ്റുള്ളൂ. അങ്ങനെ തപസ് അനുഷ്ഠിച്ചിട്ട് അതിഘോരമായിട്ടുള്ള കൃച്ഛ്ര തപസ്സാണ് ചെയ്തത്. ആർക്കും ചെയ്യാൻ പറ്റില്ല. ഒറ്റക്കാലിൻ്റെ പെരുവിരലിൽ ബാക്കിയുള്ള ഈ കാലിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടിയാണ് പൊന്തിച്ച്, പെരുവിരൽ മാത്രമേ ഭൂമിയിൽ മുട്ടിയിട്ടുള്ളൂ. ഒരു കാലിൻ്റെ മുട്ടിൻ്റെ മീതെ വെച്ചു, 2 കൈയും ശിരസിൻ്റെ മീതെ മേൽപോട്ട് കൂപ്പിയിട്ട് അഞ്ജലിബദ്ധനായിട്ട് നിന്നു. കണ്ണ് പകുതി തുറന്ന്, അതിയായിട്ടുള്ള വിഷമമുണ്ട് അങ്ങനെ നിൽക്കാൻ തന്നെ. അങ്ങനെ എത്രയോ അധികം കാലം നാരദ മഹർഷി പറഞ്ഞത്, ഞാൻ ചെയ്ത തപസ്സിൻ്റെ എത്രയോ വളരെ കൂടുതലാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത്രയും കൂടുതൽ തപസ്സുണ്ട്. ആ തപസ്സിൻ്റെ ഈ പുണ്യം മുഴുവനെ സാത്വികമായിരുന്നു എങ്കിൽ അത് മറ്റൊരു വിഷ്ണുവായിട്ട് മാറാവുന്ന രീതിയിൽ അത്രയും കൂടുതലുണ്ട്. അതാണ്. അപ്പോൾ ഘോരം തപസിത്വ ന ചിരതഃ, ഇങ്ങനെ അധികം താമസിക്കാതെ കണ്ട് തന്നെ, എന്നുവെച്ചാൽ അതിഭയങ്കരമായിട്ടുള്ള തപസ് ചെയ്തിട്ട് വിധാതാരം ബ്രഹ്മാവിനെ പുരഹ സാക്ഷാൽ കുർവൻ. ഇവിടെ നചിരതഃ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്വതേ അധികം വൈകാതെ കണ്ട് തന്നെ എന്നാണ്. തപസ്സിൻ്റെ ദീർഘം വളരെയധികം ഉണ്ട് എന്ന് എല്ലാ ആചാര്യന്മാരും സ്മരിക്കാറുണ്ട്. ഇവിടെ തപസ്സാണ്ട് കഴിഞ്ഞോട് കൂടിയിട്ട് ധൃതിയിൽ ബ്രഹ്മാവ് വന്നു. ദേവന്മാരുടെ ഈ അഭ്യർത്ഥന, അതേപോലെ വന്നിട്ട് വേഗം പോയി എന്നുള്ളൊരർത്ഥ. ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു, സുന്ദര ശരീരം കൊടുത്തു, എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു, വരങ്ങളെ വേഗം ആവശ്യപ്പെട്ടു, പറഞ്ഞു. അത് അപ്പം തന്നെ തഥാസ്തു എന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം പോയി എന്നതാണ്. അതാണ് നചിരത. അതിൻ്റെ പ്രത്യക്ഷ വാച്യാർത്ഥം വരിക ഇത്രയേ ഉള്ളൂ, താമസിയാതെ കണ്ട്, വേഗത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ്.
അപ്പോൾ തപസ് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വേഗം, വളരെ വേഗം ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ളതല്ല. തപസ്സിൻ്റെ ദീർഘം കുറച്ചധികം ഉണ്ട്. കൃച്ഛ തപസ്സുമാണ്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത വലിയ തപസ്സാണ് ഈ ഹിരണ്യകശിപു ചെയ്തത്. അത് വിഷ്ണുവിനെ വധിക്കാൻ തോക്കാനുള്ള ശക്തി കിട്ടണം എന്ന നിലയ്ക്കാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിന് നരസിംഹരൂപിയായിട്ട് വരേണ്ടി വന്നത്. ഭയത്തെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത്രയും വലിയ അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ വരേണ്ടി വന്നത് ഈ തപസ്സിൻ്റെ ദീർഘവും തപസ്സിൻ്റെ ഈ കൃച്ഛ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എന്നുള്ളതാണ്. അതികഠിനമായിട്ടുള്ള, അതാണ് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള. ഇപ്പോൾ ഈ ഒറ്റക്കാലിൻ്റെ പെരുവരിൽ നിൽക്കാൻ സാധിക്കില്ലല്ലോ. ആഹാരവർജ്യം ആണ്. പഞ്ചാഗ്നി മധ്യത്തിൽ, ചൂട് കാലത്ത്, മഴക്കാലത്ത് നല്ല എത്ര തണുപ്പിക്കാൻ പറ്റുമോ അത്ര തണുപ്പിക്കും. അതേപോലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ടാണ് മഴക്കാലത്ത് തപസ് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. മഴ കൊണ്ടുകൊണ്ട് ഇങ്ങനെ തപസ് ചെയ്യണ്ടേ. തണുപ്പ് കാലത്ത് തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് കഴുത്തോളം അങ്ങോട്ട് മൂടി നിൽക്കും. എന്നിട്ടാണ് തണുത്ത വെള്ളത്തിൽ തണുപ്പ് കാലത്ത് ദ്വന്ദ്വത്തെ മുഴുവൻ സഹിച്ചും കൊണ്ടാണ്. ആഹാരം കഴിക്കണമില്ല. അതിഗ്രസ്തമായിട്ട് തപസ്സ. അപ്പോൾ അതിൻ്റെ തീക്ഷ്ണത ഇവിടെ അത്രയേ ഉള്ളൂ. അത് സഹിക്കാൻ ബ്രഹ്മാവിന് വയ്യ. അതുകൊണ്ടാണ് വന്നു വേഗം വരം കൊടുത്തു പോയി എന്നുള്ള അർത്ഥത്തിലാണ് നച്ചിരതഹ താമസിയാതെ വിധാതാരം ബ്രഹ്മാവിനെ പുരഹ സാക്ഷാൽ കുർവൻ മുമ്പിൽ നിർത്തി, എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടുത്തി. സുര നര മൃഗാദ്യൈഹി, സുരന്മാര് ദേവന്മാരാൽ, നരന്മാര് മർത്യന്മാര് മനുഷ്യന്മാര് മൃഗങ്ങൾ തുടങ്ങിയ ഒരാളും അനിധനം വധിക്കരുത്, അവരാൽ മരണമില്ലാത്തൊരവസ്ഥയെ. പിന്നെ വരം ലബ്ധ്വ, വരത്തെ നേടിയിട്ട്, ദൃപ്ത അഹങ്കാരിയായി തീർന്നിട്ട്, ഇഹ ഈ ഭൂമിയിൽ, ഭവൻ നായകം അങ്ങാകുന്ന നാഥനോടുകൂടിയ ഇതം ജഗത്ത് ഈ ജഗത്തിനെ, ഈ ജഗത്തിൻ്റെ നാഥനാരാ? ഭഗവാനാണ്. ആ ഭഗവാൻ നാഥനായിട്ടുള്ള ഈ ജഗത്തിനെ മുഴുവൻ ഈ ഹിരണ്യകശിപു സ്വന്തമാക്കി. പരീക്ഷുന്തൻ, പിന്നെയോ കഷ്ടപ്പെടുത്തി, എത്രത്തോളം വിഷമിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വിഷമിപ്പിച്ചു. പൊടി പൊടിയാക്കിയിട്ട്, നമ്മൾ ആ കൊളോക്കിയൽ ലാംഗ്വേജിൽ അതാണ് പരീക്ഷുന്തൻ. ത്വാം അഗണയൻ, അങ്ങയെ വളരെയധികം ഗൗനിക്കാതെ കണ്ട്, അഗണയൻ അങ്ങ് നിസ്സാരനാണ്, ഭഗവാൻ നിസ്സാരനാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഇന്ദ്രാത് ദിവം അഹരത, ഇന്ദ്രനിൽ നിന്നും സ്വർഗത്തെ അപഹരിച്ചു. വിധാതാരം ഘോരം സഖലു തപസിത്വ ന ചിരത പുരഃ സാക്ഷാത് കുർവൻ സുര നര മൃഗാദ്യൈഹി അനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗത് ഇഹ ഭവത് നായകം ഇദം പരീക്ഷുന്തൻ ഇന്ദ്രാത് അഹരത ദിവം ത്വാം അഗണയൻ. ഇപ്പോൾ ഹിരണ്യകശിപു അതിഭയങ്കരമായിട്ടുള്ള കൃഷ്ണ തപസ് ചെയ്തു. ബ്രഹ്മാവ് വന്നു, വേഗം തന്നെ വരം കൊടുത്തു. എന്തൊക്കെയാ വരം വേണ്ട വെച്ചാൽ ചോദിച്ചത് മുഴുവനും കൊടുത്തു. അവിടെ നിന്നും അഹങ്കാരിയായിക്കൊണ്ട്, വളരെ മതഗർഭിതനായിക്കൊണ്ട് പുറമേക്ക് വന്നതായിട്ടുള്ള ഈ ഹിരണ്യകശിപു ആദ്യം ഭൂമിയെ സ്വന്തമാക്കി, പിന്നെ ദേവലോകത്തെ സ്വന്തമാക്കി, ഭഗവാനെ പരമാവധി ഗൗനിക്കാതെ കണ്ട് ഇരുന്നു. അതേപോലെ തന്നെ ഈ എന്തൊക്കെയാണോ സാത്വിക ഭാവങ്ങൾ അത് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. ഇന്ദ്രലോകം സ്വർഗം കീഴടക്കിയിട്ട് 3 ലോകത്തിൻ്റെയും അധിപനായിട്ട് ഭരിക്കുകയും ചെയ്തു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. വിധാതാരം ഘോരം സഖലു തപസിത്വാ ന ചിരത പുരസാക്ഷാൽ കുർവൻ സുരനര മൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ ദൃപ്തോ ജഗതിഹ ഭവന്നായകമിതം പരീക്ഷുന്തൻ ഇന്ദ്രാദഹരത ത്വാം പരീക്ഷുന്തൻ ഇന്ദ്രാദഹരത ദിവം ത്വാം അഗണയൻ. ഇനി 3ാമത്തെ ശ്ലോകം. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ചരിഭോഃ ബഹിർദൃഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സഖലു ജിതകാശീ നിവവൃതേ. ഇതൊരു പ്രത്യേകമായിട്ടുള്ള ശ്ലോകമാണ്. ഭൂയഃ ത്വാം നിഹന്തും, അതിനുശേഷം വീണ്ടും അങ്ങയെ കൊല്ലുവാനുള്ള നിശ്ചയം വന്നു. അതായത്
ഇപ്പോൾ ദേവലോകം കീഴടക്കി, 3 ലോകവും കീഴടക്കി, ഭഗവാനെ അവഗണിച്ചു, എല്ലാ സാത്വികതയും നഷ്ടപ്പെടുത്തി. സാത്വികത നഷ്ടപ്പെടുത്തുക വെച്ചാൽ യാഗഹോമ പൂജാദികളൊക്കെ ചെയ്യിക്കുകയും ചെയ്തു. അതൊക്കെ ഹിരണ്യകശിപുവിന് വേണ്ടിയിട്ട് എന്ന നിലയ്ക്കാണ് ചെയ്യിച്ചത്. അപ്പോൾ ഒന്നും വിഷ്ണുവിന് കിട്ടാണ്ടേ. അപ്പോൾ വിഷ്ണു പത്നി ശക്തി കുറച്ചു. അതുകൊണ്ട് ഇനി വിഷ്ണുവിനെ വധിക്കാം എന്ന് നിശ്ചയിച്ചു. തവപദം അവാപ്തസ്യ, അങ്ങയുടെ സ്ഥാനത്തെ പ്രാപിച്ച ശേഷം വൈകുണ്ഠത്തിലേക്ക് ചെന്നേ അസുരൻ. ഹിരണ്യകശിപു നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തി. അതത്ര എളുപ്പമല്ലല്ലോ. രിപോഹോ ഹൃദയെ. അപ്പോൾ ഭഗവാൻ എന്തായി, ഈ ശത്രുവായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലേക്ക് സൂക്ഷ്മവപുഷ അന്തർദധിത, ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് മറഞ്ഞു. എന്നിട്ട് ഉള്ളിലേക്കാണ് കയറി ഇരുന്നിട്ട് സഹ ഉച്ചൈഹി നദൻ, ആ സമയത്ത് വളരെ ഉറക്കെ നദൻ അലറിക്കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തത്ര അഭി, അവിടെയും അഖില ഭുവനാന്തേച്ച, എല്ലാ ലോകങ്ങളിലും, വൈകുണ്ഠത്തിലും തിരഞ്ഞു, കൈലാസത്തിൽ തിരഞ്ഞു, ബ്രഹ്മലോകത്തിൽ സത്യലോകത്തിൽ തിരഞ്ഞു, എവിടേക്കാണ് തിരയേണ്ടത് വെച്ചാൽ അവിടെ മുഴുവൻ ബ്രഹ്മാണ്ടം മുഴുവൻ തിരഞ്ഞു, കിട്ടിയില്ല. ബ്രഹ്മാണ്ടത്തിൻ്റെ പുറത്തും തിരഞ്ഞു. അതിനുള്ള കഴിവുണ്ട്, ശക്തി അത്രയും കൂടുതലുണ്ട്. കാരണം എന്താ, തപസ് അങ്ങനെയാണ്, കൃച്ഛ തപസ്സാണ്, അതിദീർഘകാലം. അപ്പോൾ അവിടെ വിഷ്ണുവിനെ പോലും ജയിച്ചു വൈകുണ്ഠത്തിൽ പോയിട്ട്. അപ്പോൾ ആളും എടുക്കാനാണ്. അതേപോലെ തത്ര അഭി അഖില ഭുവനാന്തേച്ച, അവിടെ എല്ലാ ദിക്കിലും എല്ലാ ലോകങ്ങളിലും മൃഗയൻ, അന്വേഷിക്കുന്നവനായിട്ട്, മൃഗസ്വഭാവമാണ്. അപ്പം നായ അങ്ങനെയാണല്ലോ, ഇങ്ങനെ സുഖത്തെ അന്വേഷിച്ച് നടക്കും. ശുനകൻ കം ശുനാദീതി എന്നാണ്, സുഖത്തെ അന്വേഷിക്കുക, ഇന്ദ്രിയ സുഖങ്ങളെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള, അതാണ് മൃഗയൻ. മൃഗത്വം എന്നുള്ളത് അതാണ് ഉദ്ദേശം. അവർക്ക് അത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, വിശപ്പ് തീരണം, മറ്റേ മൈഥുനാദി കാര്യങ്ങൾ വേണം, കിടക്കാനുള്ള സ്ഥലം വേണം, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ മനുഷ്യന്മാർ ഇപ്പോൾ കുറച്ച് അങ്ങനെ ആയിട്ടുണ്ട്. ഈശ്വരോപാസന അല്ലെങ്കിൽ ഈശ്വരനെ അങ്ങോട്ട് പ്രാപിക്കണം എന്നുള്ള അങ്ങനെ ഒരു തപസ് നമുക്കിപ്പോൾ ഇല്ല. ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഭഗവാനെ വിളിക്കുന്നുണ്ട്. അതിപ്പോൾ ഭഗവാനെ അറിഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ അത്രയ്ക്കൊന്നും ആയില്ല. നമ്മൾ ഈ പുരാണമൊക്കെ വായിച്ച് എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ മനസ്സിലാക്കി, എന്നാൽ അങ്ങനെ ഉണ്ടാച്ചാൽ അതും കൂടി ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതില്ലാച്ചാൽ ഇനി എന്താ ഉണ്ടാവുകയാണാവോ, എങ്ങനെ പേടിച്ചിട്ട്, അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഇതേ ഉള്ളൂ, ഇതിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ. അങ്ങനെയാണ്. ദേഹണ്ണക്കാരൻ 2000 ആൾക്കാർക്ക് ഒരുമിച്ച് ആഹാരം ഉണ്ടാക്കി. അതിവിശിഷ്ടമായിട്ടുള്ള 56 രസത്തോടു കൂടിയ വിവിധ കറികളും മധുര പായസ ആദികളൊക്കെ. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുക, ഒരു ലേശം കഞ്ഞി എടുത്തിട്ട് കുടിക്കും. കാരണം ഈ ഉറക്കൊഴിച്ചിട്ട് ക്ഷീണിച്ചിട്ട് ഈ അമിതമായിട്ടുള്ള ഇത് ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്ഷയം വരും. അപ്പോൾ ഉറക്കം ഒഴിച്ചിട്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ അതിന് എന്താ ചെയ്യുക, ഈ ഒന്നിച്ചുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് നേരെയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ലേശം കഞ്ഞി എടുത്ത് കുടിക്കും. അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് എങ്ങനെയാണ്, ഈ ഭഗവാൻ ഏതർത്ഥത്തിലാണ് അവിടെ ഉള്ളത്, ഈ ദേഹണ്ണക്കാരൻ്റെ പോലെയാണ്. ഇതെല്ലാം ആർക്ക് കൊടുത്തു, ഹിരണ്യകശിപുവിന് കൊടുത്തു. ആരിലൂടെ കൊടുത്തു, ബ്രഹ്മാവിലൂടെ കൊടുത്തു. ഇത് പോരാ എന്ന് തോന്നി. അപ്പോൾ നോക്കണേ, ഈ ദേഹണ്ണക്കാരനെ സ്ഥിരമായിട്ട് കൂടെ പാർപ്പിക്കാൻ ഉദ്ദേശിച്ചു. അതും ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. പക്ഷെ എവിടെ ദേഹണ്ണക്കാരൻ ചെന്നിരുന്നോ മനസ്സിലായില്ല. ദേഹണ്ണക്കാരൻ അതിൻ്റെ എല്ലാ ഉളുക്കുവിദ്യ അറിയാം. പക്ഷേ ഈ അസുരന് അത് മനസ്സിലാവില്ല. എന്ന കൂട്ടത്തിൽ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു, ഹൃദയത്തിൽ അങ്ങോട്ട് ഒളിഞ്ഞിരുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് സാക്ഷിയായിട്ട്. പക്ഷെ നമുക്കെന്തോ അങ്ങോട്ട് നോക്കാൻ തോന്നുന്നില്ല. ജീവനെ പോലും അറിയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് വേണ്ടേ ഭഗവാനെ അറിയാൻ. ഭഗവത്വത്തെ അറിയാന്നുള്ളത് അത്ര എളുപ്പമല്ല. ആ ഭഗവത്വത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതെവിടെയാണ്, ജ്ഞാനമുണ്ട്, നല്ല ജ്ഞാനമുണ്ട് ഹിരണ്യകശിപുവിന്. അപ്പോൾ അതിനെ അന്വേഷിച്ചു. അതാണ് മൃഗയൻ. അതൊരു മൃഗത്വ ഭാവമാണ്. ഭിയ, പിന്നെയോ ഭയം കൊണ്ട് യാതം മത്വ, ഭയം കൊണ്ട് പോയവൻ എന്ന് കരുതി, എന്നെ പേടിച്ചിട്ട് വിഷ്ണു മറഞ്ഞു എന്ന് സ്വയമേവ അങ്ങോട്ട് തീരുമാനിച്ചു. മൃഗയൻ ഇങ്ങനെ അന്വേഷിക്കുന്ന ആ ഹിരണ്യകശിപു തന്നെ പേടിച്ചിട്ട് ഭിയ യാതം മത്വ ജിതകാശി, എന്നിട്ടോ ജയിച്ചു എന്നങ്ങോട്ട്
പ്രഖ്യാപിച്ചു. ജിതകാശി അതാണ് നിവവൃതേ. എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. വൈകുണ്ഠത്തിൽ പോലും വിഷ്ണു ഇല്ല. മറ്റ് എല്ലാ ദിക്കിലും ഞാൻ തിരഞ്ഞിരിക്കുന്നു, അവിടെ ഒന്നും വിഷ്ണു ചെന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനെ ജയിച്ചിരിക്കുന്നു, കൊല്ലാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് അസുരന്മാരോട് പറഞ്ഞു, ഞാനിതാ വിഷ്ണുവിനെ ജയിച്ചിരിക്കുന്നു, എല്ലാ ദിക്കിലും ഞാൻ തിരഞ്ഞിരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ടോ? വിഷ്ണുവിനെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഞാൻ ജയിക്കാൻ എനിക്ക് നല്ല കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുവെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ, ഞാൻ ജയിച്ചോളാം. ഈ ഒരു ഭാവമാണ് ഹിരണ്യകശിപുവിൻ്റെ ഏറ്റവും വലിയൊരു ജയമാണ്. ഇങ്ങനെയൊന്നും ആരും ജയിച്ചിട്ടില്ല. നിഹന്തും ത്വാം ഭൂയസ്തവ പദം അവാപ്തസ്യ ചരിപോഹോ ബഹിർദിഷ്ടേരന്തർദധിത ഹൃദയേ സൂക്ഷ്മവപുഷാം നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സഖലു ജിതകാശീ നിവവൃതേ. നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ ഇങ്ങോട്ട് മറിഞ്ഞു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനുഷ്യരുടെ ഹൃദയത്തിലാണ് എൻ്റെ വാസം. അതങ്ങനെ പറയാനുള്ള കാരണം മനുഷ്യന് വിവേക ബുദ്ധിയുണ്ട്, വിവേചനം ചെയ്യാനുള്ള ബുദ്ധി, വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയുണ്ട്. അപ്പം അതുകൊണ്ട് ജ്ഞാനം നേടാൻ സാധിക്കും. ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഈ അറിവുകളെ കൊണ്ട് വിഷ്ണുത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബ്രഹ്മഭാവത്തെ അറിയാൻ സാധിക്കും. അത് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എന്നും ഒരു സാക്ഷിയായിട്ട്, അന്തര്യാമിയായിട്ട് ജീവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കേ വേണ്ടൂ. പറയാൻ എളുപ്പമാണെങ്കിലും അത് ചെയ്യാൻ എളുപ്പമല്ല. അപ്പം ഇവിടെ വിദ്വേഷഭക്തിയോട് കൂടിയിട്ടാണ്, അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയന്നിട്ടാണ്, എന്നെ കൊല്ലുമോ, എന്നെ കൊല്ലാൻ വരുന്നവനെ ഞാൻ കൊല്ലും, അതാണല്ലോ. അപ്പോൾ ഒരു ഭീരുത്വമാണത്. ആ ഭയം ആണ്. വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പുണ്യം കൂടുതലാണ്. അപ്പം വധിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്, ഈ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെന്നത്. എന്നിട്ട് അവിടെ ഒളിച്ചിരുന്നു. അവിടെ ഒളിച്ചിരുന്നിട്ടില്ല കേട്ടോ, അവിടെ ഇങ്ങനെ എല്ലാവർക്കും കാണാം ആവട്ടാ. എന്താ കാരണം, ഈ കഴിവ് മുഴുവനെ പ്രകടമാക്കുന്നത് ഈ വിഷ്ണുവിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഹിരണ്യകശിപു. തൻ്റെ പാർഷദനായിട്ടുള്ള ജയനാണ് ഈ ഹിരണ്യകശിപുവായിട്ട് വന്നത്. അപ്പോൾ തൻ്റേതായിട്ടുള്ള ലക്ഷ്മിയോട് പറയണമെന്നുണ്ട്, ഈ ഭക്തൻ താഴെ പോയിട്ട് അസുരഭാവത്തിൽ ജീവിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവും വരരുത് കേട്ടോ, എൻ്റെ ഭക്തനാണ്, പാർഷദനാണ്. 7ാമത്തെ കവാടത്തിലെത്തി, ഇനി ഒരു സ്റ്റെപ്പ് കണ്ട് കയറണ്ടോ, ആ ഒരു സ്റ്റെപ്പ് കയറിയാൽ എന്നിലെത്തി. അപ്പം അതുകൊണ്ട് ലക്ഷ്മിയോട് പ്രത്യേകം പറഞ്ഞു, അവിടെ ഒന്നിനും കുറവ് വരരുത് കേട്ടോ. പിന്നെ ഒരു കാര്യത്തിനും ഒരു കുറവുമില്ല. അപ്പോൾ ഈ ആസുരഭാവം, തമോ ഗുണം, മൗഢ്യം, ഒപ്പം ഘോരം, ഇത് രണ്ടുമുണ്ട്. രജസ് തമോ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോഗിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് സാത്വികത്തിലേക്ക് എത്താൻ സാധിക്കില്ല, അവിടെ ഭഗവാനെ കാണാൻ സാധിക്കില്ല. സാത്വികമില്ലാതെ കണ്ട് ഭഗവാനില്ല. ശുദ്ധസത്വത്തിലെത്തിയാലേ ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പോൾ ഒപ്പമുണ്ട്, ഇനിയും കാണാൻ പറ്റണില്ല. അങ്ങനെയാണ് ഈ കസ്തൂരി കാണുന്നില്ലല്ലോ എന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ട്. പറഞ്ഞത കാര്യം ഒരു ഉപയോഗമില്ല, അതുകൊണ്ട് ആ മാനിനൊരു ഉപയോഗമില്ല, അതാണ്. നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ച റിപോഹോ ബഹിഃ ദൃഷ്ടേഃ അന്തർദധിത ഉള്ളിലേക്ക് കയറിയിരുന്നതാണ്. ഹൃദയേ സൂക്ഷ്മ വപുഷ നദൻ ഉച്ചൈഃ തത്ര അപി അഖില ഭുവനാന്തേ ച മൃഗയൻ. ഭുവനത്തിൻ്റെ അവസാനം തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ ഭുവനത്തിലും എന്നുള്ള അർത്ഥത്തിലാണ്. ഭുവനാന്തേ ച മൃഗയൻ ഭിയാ യാതം മത്വ സ ഖലു ജിതകാശീ നിവവൃതേ. ഭൂയഃ ത്വാം നിഹന്തും തവ പദം അവാപ്തസ്യ ബഹിർദൃഷ്ടേഃ റിപോഃ ഹൃദയേ സൂക്ഷ്മവപുഷ അന്തർദധിത സഹ ഉച്ചൈഃ നദൻ തത്ര അപി അഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വ ജിതകാശി നിവവൃതേ എന്ന അന്വയം. അപ്പം ഇങ്ങനെ ഭഗവാനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഈ ശക്തി കിട്ടിയതായിട്ടുള്ള, വരങ്ങൾ കിട്ടിയതായിട്ടുള്ള, ദർപ്പിതനായിട്ടുള്ള, അഹങ്കാരിയായിട്ടുള്ള ആ ഹിരണ്യകശിപു മറ്റെല്ലാ ലോകങ്ങളെയും കീഴടക്കി 3 ലോകങ്ങളും ബ്രഹ്മാണ്ടങ്ങളും സ്വയമേവ തന്നെ ഭരിച്ചു. തനിക്ക് വേണ്ടിയിട്ട് യാഗപൂജാദികളെ ചെയ്യിച്ചു. വിഷ്ണു വിരോധം കാരണം വിഷ്ണുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിക്കിലും വിഷ്ണുവിനെ തിരഞ്ഞു. വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ ചെന്നപ്പോഴും വിഷ്ണുവിനെ കാണാൻ സാധിച്ചില്ല. വിഷ്ണു ആ സമയത്ത്
നേരിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പാടില്ല, പുണ്യം കൂടുതലാണ്, മരിക്കാറായിട്ടില്ല, വധം സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് ആ ശത്രുവായിട്ടുള്ള ഈ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കൂടസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് ഹൃദയത്തിലേക്ക് കടന്നു ഒളിച്ചിരുന്നു. കാണാൻ പറ്റാത്ത രീതി, ബാക്കി എല്ലാവർക്കും കാണാം, ഹിരണ്യകശിപുവിന് കാണാൻ പറ്റില്ല. അങ്ങനെ ഒളിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് നോക്കാത്തതായിട്ടുള്ള ആ ഹിരണ്യകശിപു താൻ അന്വേഷിച്ച് വന്ന ഈ വിഷ്ണു എവിടേക്കോ പോയി ഒളിച്ചിരിക്കുന്നു, തന്നെ പേടിച്ചാണ് ഒളിച്ച് താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ള അസുരന്മാരോടും ലോകത്തിനോടും വിളിച്ചു പറഞ്ഞു. ഞാനാണ് ഇപ്പോൾ വിഷ്ണുവിനേക്കാൾ മീതെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് യാഗപൂജാദികളെ ചെയ്തോളൂ. ഇതേവരെ അങ്ങനെ ചെയ്യിച്ചത്, ഇനി മാറ്റമൊന്നുമില്ല, വിഷ്ണു ഇല്ല ഈ ബ്രഹ്മാണ്ടത്തിലോ വിഷ്ണു ലോകത്തിലോ വൈകുണ്ഠത്തിലോ എവിടെയും വിഷ്ണു ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് ഹിരണ്യായ നമ എന്ന് പറഞ്ഞ് ചെയ്തോളൂ എന്ന് പ്രകാരം പറഞ്ഞ് അവിടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് ജിതകാശി നിവവൃതേ, ജിതകാശി എന്നുള്ളൊരവസ്ഥയിൽ എത്തിയത്. ഞാൻ ജയിച്ചിരിക്കുന്നു, എല്ലാവരെക്കാട്ടിലും മീതയാണ് ഞാൻ, വിഷ്ണുവിനേക്കാൾ മീതയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഇങ്ങനെ 3 ശ്ലോകങ്ങളെ കൊണ്ട് ആദ്യത്തെ ഹിരണ്യകശിപുവിൻ്റെ വിജയത്തെ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓരോ ദിവസവും ഓരോ ദശകം പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30 മിനിറ്റ് 40 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിർത്താവുന്ന രീതിയിൽ പറയണമെന്നേ ഉള്ളൂ. അത് എല്ലാവരും ശ്രവിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.